ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 7ാമത്തെ യൂണിറ്റ് ആണ്, അറിവിന്റെ ജാലകങ്ങൾ, വിൻഡോസ് ഓഫ് നോളജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കണ്ണിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചെവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ചെവി സംരക്ഷിക്കാം. ചില വസ്തുക്കൾ അലക്ഷ്യമായി ചെവിക്കുള്ളിലിട്ട് തിരിക്കുന്ന ആളുകളെ കാണാറുണ്ടല്ലോ. ഇത്തരം പ്രവൃത്തികൾ ചെവിയെ ദോഷകരമായി ബാധിക്കില്ലേ? ചെവിക്ക് അപകടം വരാതിരിക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്, വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്, ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്, ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. Protection of the ear. Don't we see people inserting things carelessly into the ear? Won't such actions adversely affect the ear? What precautions should be taken to protect the ear? Do not put pointed objects into the ear. Do not listen to loud sounds continuously. Do not pour water or other liquids into the ear. Do not let the ear receive any blow. മണം അറിയാൻ. പഴുത്ത ചക്ക മുറിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അറിയുന്നത്? ഏത് അവയവമാണ് ഇതിന് സഹായിക്കുന്നത്? മണം അറിയാൻ സഹായിക്കുന്ന അവയവമാണല്ലോ മൂക്ക്. താഴെ പറയുന്ന വസ്തുക്കൾ മേശപ്പുറത്ത് ഒരുക്കി വെക്കൂ. മുല്ലപ്പൂ, കറിവേപ്പില, ഏലം, വെളിച്ചെണ്ണ, ഇഞ്ചി, ചെറുനാരങ്ങ, ജീരകം, മഞ്ഞള്, കർപ്പൂരം. കൂട്ടുകാരന്റെ കണ്ണു കെട്ടിയ ശേഷം അയാൾ ഓരോന്നായി എടുത്ത് മണക്കട്ടെ. കൂട്ടുകാരന് എത്ര വസ്തുക്കൾ തിരിച്ചറിയാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് ഏതെല്ലാം വസ്തുക്കൾ മണത്ത് തിരിച്ചറിയാനാവും? നമുക്ക് എല്ലാ വസ്തുക്കളും മണത്ത് തിരിച്ചറിയാൻ കഴിയും അല്ലെ? സെൻസിങ് ബൈ സ്മെൽ. ഹൗ ഡു പീപ്പിൾ കെയിം ടു നോ വെൻ എ ripe jackfruit is cut? Which organ help us in this? It is the nose that help us detect smell. Keep the following objects on a table: jasmine, curry leaves, cardamom, coconut oil, ginger, lemon, cumin seeds, turmeric and camphor. രുചി അറിയുന്ന വിധം. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ്. വിവിധ രസമുകുളങ്ങൾ നാവിന്റെ ഏതെല്ലാം ഭാഗത്താണെന്ന് ചിത്രത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. അതെ, മധുരം അറിയുന്നത് നമ്മളിതാ മുന്നിലുള്ള രസമുകുളങ്ങള്, ഉപ്പ്, പുളി, കയ്പ്, ഇതെല്ലാം അവ നാവില് ഓരോ ഭാഗത്തും രസമുകുളങ്ങളുണ്ട്. മധുരമുള്ള വസ്തുക്കൾ നാവിന്റെ ഏത് ഭാഗം കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക? കയ്പുള്ള ഗുളികകൾ നാവിന്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്? ഐഡന്റിഫൈങ് ടേസ്റ്റ്. ഫുഡ് ഡിസോൾവ്സ് ഇൻ saliva and stimulates the taste buds on the tongue. When this stimulation reaches the brain as impulses through nerves, we identify taste. It is with the help of taste buds that we identify salt, sour taste, sweetness, bitterness, etc. in the food. With the help of the figure, identify where the different taste buds are seen on the tongue. Which part of the tongue help us identify sweet food? Where on the tongue should you preferably place a tablet with a bitter taste? തൊട്ടറിയാം. ഒരു കുഞ്ഞുറുമ്പ് ശരീരത്തിലൂടെ ഇഴയുന്നത് നാം അറിയാറില്ലേ? ചൂടുള്ള ചായ കുടിക്കുമ്പോഴും കാലിൽ മുള്ളു കൊള്ളുമ്പോഴുള്ള ഒക്കെ നാം അറിയാറുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാകുന്നത്? സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. ത്വക്ക് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. സ്പർശനത്തിലൂടെ എന്തെല്ലാം നാം തിരിച്ചറിയുന്നു? ചൂട്, ആകൃതി, മിനുസം, വലുപ്പം, മാർദ്ദവം. ത്വക്കിനെ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. സെൻസിങ് ബൈ ടച്ച്. Don't we feel when a small ant moves on our body? We also feel while drinking hot tea or when a thorn pierces our foot. How
How are these made possible? We sense touch by means on the of the skin. The skin covers our entire body. What all do we realize by means of touch? Heat, shape, smoothness, size, softness, etc. അപ്പോൾ ഒരു പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രത്തിലെ സന്ദർഭം. മഴവില്ല് നോക്കി നിൽക്കുന്ന കുട്ടി നേടുന്ന അറിവ് മഴവില്ലിലെ നിറങ്ങൾ, മഴവില്ലിന്റെ ആകൃതി. ഉപയോഗപ്പെടുത്തുന്ന അവയവം കണ്ണുകളാണ്. ആഹാരം മണക്കുന്ന കുട്ടിക്ക് നേടുന്ന അറിവ് മണവും. നമ്മളൊരു ആഹാരം നമുക്ക് അത് സ്മെല് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ രുചി ഏകദേശം നമുക്ക് മനസ്സിലാവും അല്ലെ. ഉപയോഗപ്പെടുത്തുന്ന അവയവം മൂക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പുളിങ്ങയാണ് മണക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇത് പുളിങ്ങയാണ്, ഇതിന് പുളി രുചിയാണെന്ന്. അന്ധനായ ആള് പട്ടി കുരയ്ക്കുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് അത് ശബ്ദം മനസ്സിലാവുന്നു, അത് ഏത് ദിശയിൽ നിന്നാണെന്നും മനസ്സിലാവും. അപ്പൊ ഉപയോഗപ്പെടുത്തുന്ന അവയവം ചെവിയാണ്. മാങ്ങ തിന്നുന്ന കുട്ടിക്ക് നേടുന്ന അറിവ് രുചി. ഉപയോഗപ്പെടുത്തുന്ന അവയവം നാക്കാണ്. Situation in the figure: a child looking at the rainbow. Information gain: colors of the rainbow, shape of the rainbow. Organ made use of eyes. A child is smelling food, smell, flower, nose. A blind man hearing dog bark, sound, direction. Organ made use of ear. A child is eating mango. Information gain: taste. Organ made use of tongue. കണ്ണടച്ചാൽ കാതു തുറക്കും. പഴഞ്ചൊല്ലിന്റെ യുക്തി സമർത്ഥിക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല. വിലയേറിയ കണ്ണിനെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. We don't realize the value of eyes when we have them. What are the ways to protect our precious eyes? Do not rub or blow if dust falls into the eye. Just wash with cold water. Do not read in dim light or very bright light or while traveling in a bus. Keep a certain distance while watching TV. There must be sufficient light in the room. Care should be taken so that chemical do not fall into the eye. Protect your eyes from sharp objects while playing. ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിവിന്റെ ജാലകങ്ങൾ സമർത്ഥിക്കുക. സെൻസ് ഓർഗാൻസ്, വിൻഡോസ് ഓഫ് നോളജ്. സബ്സ്റ്റാൻറ്റിയേറ്റ്. അപ്പൊ എന്താണ് സെൻസ് ഓർഗാൻ? All living beings gather much information from the surroundings. This information is used to catch prey, to identify the mate, to escape from enemies, and to learn the changes around. For this, there are certain organs in all creatures. Human beings have 5 organs, namely eye, ear, nose, tongue, and skin. These organs which give us information about the surroundings are the sense organs. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി തുടർ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജീവികളെ നിരീക്ഷിക്കൂ. ശബ്ദം വരുന്ന ദിശയിലേക്ക് ചെവി ചലിപ്പിക്കാൻ കഴിയുന്ന വിധം ജീവികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തൂ. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്നതാണ്. രാത്രിയും പകലും പൂച്ചയുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിൽ കണ്ണ്, മൂക്ക്, ചെവി എന്നീ ഇന്ദ്രിയങ്ങളുടെ ശേഷി ഏറ്റവും കൂടുതലുള്ളവരെ കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനവും വിവിധ ജീവികളുടെ ഇന്ദ്രിയ സവിശേഷതകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കൂ എന്നുള്ളൊരു പ്രവർത്തനവുമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.